ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ നമ്മളെവിടെയാ നമ്മൾ യാത്ര? ശൃംഗേരി മടത്ത് നമ്മൾ ഷിമോഗ പോണ വഴിയാണ്. അപ്പൊ പോണ വഴി എൻആർപുര കഴിഞ്ഞിട്ട് ഇങ്ങനെ പോരുന്ന വഴിക്ക് വഴിയിലാണ്. അപ്പൊ നമുക്ക് നേരെ ഷിമോഗയ്ക്കാണ് ഇപ്പൊ ഞങ്ങൾക്ക് പോകാനുള്ളത് അല്ലേ? അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവർ മറക്കാതെ പേജ് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ യാത്ര തുടരാം അല്ലേ? ഇന്നത്തെ യാത്ര തുടരാം. വിശേഷങ്ങളൊക്കെ ആയിട്ട് പോവാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതെ, ഇപ്പൊ എൻആർപുരന്ന് ഏകദേശം കുറച്ച് ദൂരം അങ്ങോട്ട് പോകുന്നു നമ്മള്. ഇനിയിപ്പോ ഒരു 10-50 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഷിമോഗയ്ക്ക് എത്തും. ഇപ്പൊ പോണ വഴിതെ വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോണ്. നമ്മളെ കേരള വണ്ടിയൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് കുറെ മലയാളികളൊക്കെ കാണാം. മലയാളികൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വേറെ തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കണ്ടു പോകും. അപ്പൊ ഇത് നോക്കിയാൽ നമ്മള് വണ്ടി നിർത്തിയിട്ട സ്ഥലം കണ്ടോ? മനോഹരമായിട്ടുള്ള ഒരു കൃഷിത്തോട്ടം, നെല്ലാണ്, പാടമാണേ. അപ്പൊ ഈ പാടത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഈ ഒരു പച്ചപ്പൊക്കെ കണ്ടപ്പോ ഉണ്ടല്ലോ മനസ്സിനൊരു സുഖം. എന്താ രസം എന്നറിയോ? വൈബ്. നമ്മളെ നാട്ടിൽ ആരെങ്കിലും ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ടോ ഇപ്പൊ നെല്ലും കാര്യങ്ങളൊക്കെ? അപ്പൊ ഇവിടെ കർണാടകയിൽ കൂടെ പോകുമ്പോ കാണാൻ പറ്റുന്ന നല്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണിത്. തുമ്പികളൊക്കെ നടക്കുന്നുണ്ടോ? തുമ്പികളൊക്കെ നിറയെ ഉണ്ടായില്ലേ? അങ്ങോട്ടൊക്കെ നോക്കി പച്ചപ്പ് നോക്കി, എന്താ രസം. ഈ പാലക്കാടൊക്കെ പോകുമ്പോൾ അതേ ഒരു ഭംഗിയില്ലേ? നിരന്ന കിടക്കുക പച്ചപ്പ്. നിങ്ങൾ ആരെങ്കിലൊക്കെ അതേപോലെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. നെല്ലൊക്കെ ഇവിടുന്നൊക്കെയാണെന്ന് അങ്ങോട്ട് നമ്മളെ നാട്ടിലോട്ടൊക്കെ വരുന്നത്. നെല്ലൊക്കെ കൂടുതലായും പറഞ്ഞൊക്കെ ആയിരിക്കും നമ്മളെ നാട്ടിലോട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അതുപോലത്തെ കൃഷികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാണ്. അവിടെ പണിക്കാരൊക്കെ ഉണ്ട്, കാട് പുല്ല് പറിച്ചു കളയുന്നവരൊക്കെ ഉണ്ട് അവിടെ ആ ഭാഗത്തുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് കളയൊക്കെ ഉണ്ടാവുമല്ലോ. അവിടുന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റബ്ബർ തോട്ടങ്ങളും ഇതേപോലെ കൃഷി സ്ഥലങ്ങളൊക്കെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാം അല്ലെ? നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് എന്നാ പോവല്ലേ? നമ്മളെ നാട്ടിലത്തെ കഴിഞ്ഞും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം നമുക്ക്. എന്നാ പോവല്ലേ? പോവാ. നമ്മൾ ഷിമോഗയിലൊക്കെ പോവാണെങ്കിലേ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇതുപോലെ നല്ല മരങ്ങൾ കാണാം. നല്ല തണുപ്പുള്ള സ്ഥലമായിരിക്കും കേട്ടോ. നല്ല തണലൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഫുള്ള് തണുപ്പും തണലൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല വൈബാണ്. എന്നാ പോവാ നമുക്ക്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലെ ഫുള്ള് പച്ചപ്പ്. പിന്നെന്താ? കീടനാശിനി അടിക്കുക, കാട് കളയ. ഇതേപോലെ നീണ്ടു നിവർന്ന് കിടക്കായിരിക്കും, നല്ല നീണ്ടു കിടക്കായിരിക്കും സ്ഥലങ്ങൾ മൊത്തം. മുട്ടിന കൊപ്പ എന്നാ താല്പര്യം? മുട്ടിന കൊപ്പ. എല്ലാം വിശ്രമിക്കാണ്. കൊറേ ഏലക്കോ നടന്ന് തീറ്റെല്ലാം കഴിഞ്ഞു വന്ന് കിടക്കണുണ്ടോ? കൊറേ ഉണ്ടായില്ലേ? അപ്പൊ ഞങ്ങൾ പോണ വഴിക്കുണ്ടല്ലോ നല്ലൊരു ക്രിസ്ത്യൻ ദേവാലയം ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോ നിങ്ങളൊന്ന് കാണിച്ചു തരാന്ന് ഓർത്തിട്ട് നിർത്തിയതാണ്. ഞങ്ങൾ നോക്കി എന്താ ഭംഗി എന്ന് പറയാം. നല്ല വൈറ്റ് കളറില് അതിന്റെ ആ ഒരു തെളിച്ചം നോക്കി. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിലൊക്കെ വീടുകളുണ്ട്. അപ്പൊ പള്ളിയൊക്കെ അടുത്തുണ്ടാകുമെന്നൊക്കെ എല്ലാരും ചോദിക്കണല്ലേ? ഒരുപാട് ആൾക്കാർ ചോദിക്കലില്ലേ അടുത്ത് പള്ളികളൊക്കെ ഉണ്ടാവുമോ? കർണാടകയിൽ ചെന്ന് കഴിഞ്ഞാൽ പള്ളി പോകാനൊക്കെ സൗകര്യം ഉണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിന്റെ കൂടി ചാരിയാണ്ട് അപ്പുറത്ത് വേറൊരു പള്ളിയും കൂടി ഉണ്ടല്ലോ. അത് നമ്മളെ നാട്ടിലുള്ള പള്ളികൾ നമ്മളെ മിക്ക വീഡിയോയിലും ഇങ്ങനെ നമ്മളെ പള്ളികൾ കാണിക്കാറുണ്ട്. അപ്പൊ നമ്മള് കർണാടകയിൽ വന്നപ്പോ നമുക്ക് നല്ല രസം തോന്നിയത് ഇങ്ങനെ കണ്ടപ്പോട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. പള്ളിയൊക്കെ എല്ലാരും കണ്ടാല് നല്ല സ്റ്റൈൽ ഉണ്ടല്ലേ കാണാനൊക്കെ? വന്ന് കണ്ടാൽ നല്ല രസം ഉണ്ടാവും. നമ്മളെ മലയാളികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവുമായിരിക്കും ഇവിടെയൊക്കെ. മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കർണാടകയില്. നമുക്ക് പോവാ. നമുക്ക് പോവാ. നോക്കിയേ, ഇത് വെള്ളം കെട്ടി നിർത്തിയതാണ് കേട്ടോ. കണ്ടോ? ഇഷ്ടം പോലെ വെള്ളം ഉണ്ടേ. ഇവിടെ നോക്കിയേ, ഇവിടെ കറണ്ടിന്റെ ഇതുണ്ട് കേട്ടോ, ഒരു വയറ്. കണ്ടോ വെള്ളം കെട്ടി നിർത്തിയേക്കുന്നത്? അതിനകത്ത് ആ സൈഡ് വഴിയൊക്കെ കോൺക്രീറ്റ് ഇട്ട് കണ്ടോ? വെള്ളം കെട്ടി നിർത്തിയേക്കണേ? ഇത് കൃഷി ചെയ്യുന്നിടത്തോട്ടെല്ലാം വെള്ളം കൊണ്ടുപോണതായിരിക്കും. അതിലാണ്ട് അതും പോണ്ടല്ലോ. നമ്മള് നേരത്തെ അവിടെ കണ്ടില്ലേ ആ വെള്ളം കൊണ്ടുപോണ ഒരു എന്താ പറയുന്ന കനാല്. നല്ലൊരു ഇതില്ലേ, ഒരു പാലം പോലെ ആക്കിയിട്ട് അതിൽ ചെറിയ ഇത്രയും വീതിയുള്ള കനാലാക്കും. ചെറിയ കനാലാക്കിയിട്ട് അതിനകത്തൂടെ വെള്ളം കൃഷി ചെയ്യുന്നിടത്തോട്ട് കൊണ്ടുപോവാണ്. അങ്ങ് അവിടെ ഉണ്ട് ഒരു പാലം അല്ല, അത്
ആ തൂണ് കണ്ടില്ലേ അവിടെ, തോട് പോലെ തോട്, ചെറിയ തോട്. നമ്മക്ക് തോട്, അത് എഞ്ചിന് അത് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താന്നുള്ള പേരറിയില്ലേ. ആ അതന്നെ. ഇപ്പൊ ഇത് കണ്ടോ പൈപ്പ് ഇട്ടേക്കണേ, അതിനകത്ത് ചിലപ്പോ മോട്ടർ ഉണ്ടാകുമായിരിക്കും, അത് അങ്ങോട്ട് വലിച്ചെടുക്കണതായിരിക്കും വെള്ളം അല്ലേ. ആയിരിക്കും. അവിടെ ഏതാണ്ട് കാണാം. ചാടേജി അല്ല, നോക്ക വണ്ടിക്കാര് ചാടുകയാണെന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ നോക്കണ്ട്. തന്നെയാണ് എനിക്ക് തോന്നിയത്, അവര് നോക്കണണ്ടപ്പോ. ഒരു ഡ്രമ്മൊക്കെ കെട്ടിങ്ങാ ടൈമ പൈപ്പൊക്കെ കുടിക്കാൻ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നണത് മോട്ടർ വെച്ചിട്ടുണ്ടാവും അവിടെ. കർണാടകയിലെ സ്ഥലങ്ങൾ കണ്ടില്ല അല്ലെ. ആ കൃഷി അങ്ങേ തലക്കിലൊക്കെ കണ്ട കവുങ്ങ് കൃഷി സംഭവങ്ങളൊക്കെയാണ്. അതിലൊക്കെ റോഡുകൾ വരുന്നുണ്ടല്ലോ, എല്ലായിടത്തൂടെ റോഡുകൾ പോകുന്നുണ്ട്. അവിടെ ബസ് വരുന്നത്. ഇതിപ്പോ അങ്ങട്ടാ ശിവമോഗ നമ്മളറിയുന്ന ബസ്സായിരുന്ന കൈ കാണിക്കുന്നത്. നമ്മളറിയണായിരിക്കും, ചേട്ടായിനറിയായിരിക്കും. അതുകൊണ്ട് എന്തോ പച്ചക്കറി എന്തോ കയറ്റി വരുന്ന ലോഡ് വണ്ടിയാണത്. ഷിമോഗന്ന് പച്ചക്കറി കയറ്റി വരുന്നത്. അതിന്റെ തൊട്ട് പുറകിലാണ്ട് ഒരു ബസ്സും വരുന്നുണ്ട്. ശൃംഗേരി പോണ ബസ്. ശൃംഗേരി ഇല്ലേ? സംഭവം അടിപൊളിയല്ലേ. നല്ല രസമുണ്ട് ഇതിനകത്തൂടെ പോകാൻ. നോക്കി ഫോറസ്റ്റ് ആണ് ഫുള്ള്, രണ്ട് സൈഡ് കാടും ആയിക്ക്. നല്ല നല്ല മരങ്ങളില്ലേ, വലിയ വലിയ മരങ്ങള്. നല്ല തണുപ്പുള്ള നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ മറ്റ് വീടുകളൊന്നും കാണാനില്ല. മറ്റേ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. ചെറിയ ചെറിയ വഴികൾ വരും. ആ വഴി കൂടെ പോയാൽ നമുക്ക് വീടുകൾ, ഇഷ്ടംപോലെ വീടുകൾ ഉണ്ടാവും ഉള്ളേരിയകളില്. ഇവിടെ ഒന്നും വീടുകളോ കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടില്ലേ ആ ആൽമരൊക്കെ നോക്കി, എത്ര വലിയ മരം അല്ലേ. ആലല്ലേ അത്, ആൽമരം തന്നെ അല്ലേ. അതെ, എത്രങ്ങാനും വലിയ മരം. ഇത് നോക്കി എന്ത് രസാണ്, നിരന്ന് കിടക്കാണ് കവുങ്ങുന്തോട്ടൊക്കെ. കൊറേ അങ്ങോട്ട് എത്തുമ്പോ അവിടെ ഫുള്ള് നെൽകൃഷി. എന്താ പണി? ഞാന് ഗ്ലാസ് തുടക്കുക. ഇതില് ചെളിയുണ്ട്. ആ പശുവിന്റെ കയറ് തട്ടിട്ടേ അവിടെ ആ വേലിയേല് കരണ്ട് തോന്നുന്നു. അത് ഇങ്ങനെ പൊട്ടണ വെച്ചിട്ടില്ലേ. എവിടെ കറണ്ട്? എന്തോ ഒരു സാധനം ഇങ്ങനെ പൊട്ടണ വെച്ച ഷോക്ക് ഇട്ടുണ്ടല്ലേ. കരണ്ട് ഉണ്ട്, അതെന്തോ പൊട്ടിപ്പൊരിന്ന് വെച്ചേക്കുണ്ട്. റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണുള്ളത്. ഫുള്ള് കേടായില്ലേ ഇത് മൊത്തം. ആകെ കുത്തിക്കുലുങ്ങി ആകെ കൊണ്ടും കുഴിയുണ്ട്. ലോറിയൊക്കെ നോക്കി. ഫോറസ്റ്റിൽ കൂടെ പോണെന്ന് തോന്നുന്നല്ലേ. ഫുള്ള് ഫോറസ്റ്റ് ആണ്. വെയിലില്ല, ഒരു തുള്ളി വെയില് റോട്ടിൽ കൂടെ അല്ല. നോക്കി എന്താ തണുപ്പ്. നല്ല ചീവീടുകള് കരയണ സൗണ്ട് തന്നെ കേക്കാം. നല്ല നല്ല സ്ഥലം അല്ലേ. ഇടയ്ക്ക് സൈഡിൽ കൂടെ ഒക്കെ നോക്കുവോ, വല്ല ആനയും കാണുവോ? ഇവിടെ അല്ലേ ആന ഉള്ള കാടെന്ന് പറഞ്ഞേ. ആന ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഇത് പിന്നെ കൊറേ ദൂരം കിടക്കല്ലേ. എങ്ങനെ എത്ര ദൂരായി ഇപ്പൊ നമ്മള് വരുന്നേ. മറ്റേ വീടുകളൊന്നും അടുത്തടുത്തൊരു വീടുകൾ പോലും ഇല്ലല്ലോ. എവിടെയും വീടുകളില്ല. പേടിയാവൂലേ രാത്രി വരുമ്പോ ഇതിനകത്ത് കൂടെ ഒക്കെ. രാത്രിയിലാണ് ഇതിന്റെ ഒരു ഇത് അറിയാ, ഭീകരത അറിയാ. അങ്ങോട്ടൊക്കെ പാടമുണ്ട്. ആ ഭാഗത്തോട്ട് ക്ലിയർ ഇല്ല, സൈഡിലോട്ട് കാണിച്ചു കൊടുക്കാൻ. സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ്. ഫുള്ള് കട ഉണ്ടാവും, കൃഷി, കവുങ്ങുന്തോട്ടം. അവിടെ ഒരു വീട്. ഇങ്ങോട്ട് എത്തിയല്ലോ, വീടുകളെത്തി. കൊറേ അങ്ങോട്ട് എത്തിയപ്പോ ചെറിയ ചെറിയ വീടുകളല്ലേ. ചെറിയ വീടുകള്. എല്ലാവർക്കും കൃഷിയാണ് മെയിൻ ആയിട്ടുള്ള ജോലി. ഏകദേശം ഇതേപോലെ ഒരു 35 കിലോമീറ്ററും കൂടി ഇങ്ങനെ കാട്ടി കൂടെ ഇങ്ങനെ പോണം. എവിടെ എത്തിയെന്ന് പോലും അറിയില്ല. സ്ഥലപ്പേരില്ല. അവിടെ ഒരു സ്ഥലപ്പേര് കാണിക്കുന്നുണ്ടല്ലോ. ഒരു വാൻ ഇവിടെ ഇങ്ങനെ കിടക്കണ്. ഇങ്ങനത്തെ വാന് കേരള 63 കേരള വണ്ടിയാണ്.
അങ്ങനത്തെ വാനൊക്കെ കാണുമ്പോ പണ്ട് പേടിയായിരുന്നു, കുട്ടികളെ പിടിച്ചോണ്ട് പോണവര്. ഏതാ സ്ഥലപ്പേര്? കൊറലക്കൊപ്പ. കൊറലക്കൊപ്പ. അവിടേക്ക് 2 പട്ടിക്കുഞ്ഞുങ്ങള് റോഡിൽ പോയിക്ക്. ഓ ചെറിയ കുട്ടികള് രണ്ടും വർത്താനൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നാണ്. ആരെങ്കിലും കൊണ്ടേ വിട്ടതാണോ? നീണ്ട് കിടക്കാ റോഡ് ട്ടോ. ഫുള്ള് കൃഷിയാട്ടോ മൊത്തം. ഇതേപോലെ എന്താ പറയാ, കവുങ്ങ് അല്ലെങ്കിൽ നെല്ല്. ഇനിയിപ്പോ അങ്ങോട്ട് ഷിമോഗയിലെത്തിക്കഴിഞ്ഞാൽ ഇഞ്ചി കൃഷി, ഇഞ്ചി, മഞ്ഞള് എന്ന് വേണ്ട സകലമാന കൃഷികളും ഉണ്ട് അല്ലെ അതിലൊക്കെ. ഒരു തൊപ്പി റോട്ടി കിടക്കണ ബൈക്കിന് പോയപ്പോ ചാടിയായിരിക്കും. അതിന്റെ അടുത്ത ബോർഡ് കന്നഡയാണ്, ഇംഗ്ലീഷ് ഇല്ല. സുസ്വാഗത്. എവിടേക്ക്? ഇങ്ങോട്ടല്ല, ശിവമോഗ. അപ്പൊ ഷിമോഗന്റെ ഭാഗമായി. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഷിമോഗ ആണെന്നാണ്. എന്താ രസം. കാടൊന്നുമില്ല, അങ്ങനെ തെളിഞ്ഞു കിടക്കാണല്ലോ. കാടില്ല. വല്ല പുള്ളിമാനൊക്കെ ഉണ്ടാവുമോ അല്ലെ കാണാന് ഇങ്ങനെ പോകുമ്പോ? ഒന്നും കാണാണ്ടാവില്ല. നമുക്ക് ഇനി ഏകദേശം ഒരു 35-33 കിലോമീറ്റർ കൂടി ഓടാനുണ്ട്. കവുങ്ങുന്തോട്ടാണ് ഇപ്പൊ ഈ കാണുന്നത്. നല്ല നിരപ്പായ കവുങ്ങുന്തോട്ടം. ഇത് കാട് വെട്ടണ അതോ അത് അവിടെ കാട് കൊത്തിയതാണല്ലോ അത്, മിഷീൻ വെച്ച് കൊത്തിയതാണ്. മഞ്ഞള്. മഞ്ഞളല്ലേ? ആ മഞ്ഞള്. മഞ്ഞള് ഇഞ്ചി അല്ല, അത് ചോളമാണോ? ചോളവാ. ഫുള്ള് കൃഷിയല്ല ഇത് മൊത്തം കൃഷി ചെയ്ത് വെറുതെ പോലും ഒരു സ്ഥലം ഗ്യാപ്പ് ഇട്ട് വെറുതെ കളയണില്ല. കുറച്ച് സ്ഥലം ഉള്ളെങ്കിൽ ആ കുറച്ച് സ്ഥലത്ത് ഇഞ്ചിയോ മഞ്ഞളോ എന്തെങ്കിലും ആയിട്ട് നട്ടുപിടിപ്പിക്കും. ഞാണ്ട് അവിടെ ഏതാണ്ടെല്ലാം നടുന്നുണ്ട് അവര്. ചോളമാണ് തോന്നുന്നുണ്ട്. ചോളമല്ലേ അത്? ചോളത്തയ്യ. വരി വരിയായിട്ട് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. വാഴ, കവുങ്ങ്. ഇതിന്റെ പ്രത്യേകത ഫുള്ള് നിരപ്പുള്ള ഭൂമികളാണ്. നിരന്ന ഭൂമികള്. അതിന്റെ ഉള്ളിൽ സോളാറൊക്കെ ഉണ്ടോ ആ പറമ്പില്? സോളാറുണ്ടോ? കണ്ടോ? ആ അതെ അതെ, അങ്ങ് സോളാറിന്റെ പാനലുണ്ട് അങ്ങ്. അത് വേണമെങ്കിൽ കറണ്ട് എടുക്കണതിന്റെ ആയിരിക്കും. മൊത്തം വേലി മൊത്തം എന്താ പറയാ കറണ്ട് ഇട്ട് എല്ലാരും പറമ്പ് ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കണ. ഈ അതിന്റെ അതിലെല്ലാം കറണ്ടിന്റെ സോളാറിന്റെ കറണ്ട് അല്ലേ കണക്ഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിട്ടാണ്. ഇതുണ്ട്, ഇതൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും. ചിലപ്പോ വല്ല പന്നിയോ അല്ലെങ്കിൽ പശുക്കളൊക്കെ കേറിയൊക്കെ നശിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതൊക്കെ തെങ്ങും കവുങ്ങും. ബസ് ഇതേ വരുന്നത് എവിടുന്നുള്ളതാണോ? ഷിമോഗ ടു ശൃംഗേരി പോണ ബസ്സാണ്. ഷിമോഗ ഇത് ശൃംഗേരി റൂട്ടാന്ന് തോന്നുന്നത്. ഇഷ്ടം പോലെ ബസ് ഉണ്ടല്ലേ അതില്. ഇതുണ്ട്, രണ്ടാളും കിടന്നുറങ്ങണ നല്ല ഉറക്കാ. ഒരാൾ ഇവിടെയും കിടക്കണ്ട്, ഒരാൾ ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. രണ്ടാളും നല്ല ഉറക്കാണ്. ചോറ് തീറ്റെല്ലാം കഴിഞ്ഞ് നോക്കിക്കേ പശു റോട്ടി നിക്കണത്. അതിന്റെ കഴുത്തില് കണ്ടോ അതേപോലെ എന്തോ മറ്റേ എന്താ പറയാ വടി വെച്ചേക്കുന്നത്. അധികം നിലത്ത് കുത്താതിരിക്കാൻ വേണ്ടിട്ടാണ് അല്ലേ? ആയിരിക്കും. തല നിലത്ത് അധികം തട്ടിക്കാതിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ വേറെ ഈ ചെറിയ ചെറിയ കൃഷി സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചുണ്ടാവും. അതിലോട്ടൊന്നും തിന്നാതിരിക്കാൻ വേണ്ടി. എനിക്ക് റബ്ബർ തോട്ടാണ് കേട്ടോ. കൊറേ ഇങ്ങോട്ട് വന്നപ്പോഴാ നല്ല റബ്ബർ തോട്ടം. വണ്ണം കുറവല്ലേ ഇതിലൊക്കെ? വണ്ണം ഇല്ല, പെൻസിൽ പോലുള്ള റബ്ബറുകളാണല്ലോ. ചെറിയ തൈയാണ്. വെട്ടിയെടുക്കാൻ പറ്റുന്ന എത്രത്തോളം വെട്ടിയെടുക്കായിരിക്കും ചിലപ്പോ അവര്. നീണ്ടു നിവർന്ന് കിടക്കാണ് പാടം. പൊന്നു വിളയിക്കാണ് ഇവിടെ എല്ലാരും കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത്. കണ്ടോ കവുങ്ങൊക്കെ നോക്കി. നമ്മളതിലൊക്കെ പറമ്പിൽ കൂടെയൊക്കെയാണ് പശുവിനെ തീറ്റ കൊണ്ടുപോകുന്നത്. ഇതിപ്പോ ഫുള്ള് റോട്ടിൽ കൂടെയാണ് തീറ്റ കൊണ്ടുപോകുന്നത്. എല്ലാത്തിനും അഴിച്ചു വിട്ടേക്കാണ്. ഇതെല്ലാം വൈകുന്നേരം ആകുമ്പോ എല്ലാം കേറി ചെല്ലുപ്പത് അയാള് കൊണ്ടുപോകും. നല്ല വീടുകളൊക്കെ അധികം കടകളോ സംഭവങ്ങളോ ഒന്നും ഇല്ല അല്ലേ? ഇല്ല.
കടകളൊക്കെ കൊറേ ദൂരം അകലുണ്ട്. വീടുകള് നമ്മളെ നാട്ടിലത്തെ അത്ര ഇത് പോരാ, അല്ല ഗുമ്മ് പോരാ, ഒന്നുമില്ല, പെർഫെക്ഷൻ ഇല്ല. പിന്നെ ഒരു വീട് കഴിഞ്ഞ് അടുത്ത വീട് എത്താൻ ഈ ഒരു 10 ഏക്കറോ 15 ഏക്കറോ സ്ഥലം കഴിയണം. അല്ലേ, ഇതിപ്പോ ഒരു റബ്ബർ തോട്ടമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട് കണ്ടില്ലേ, അത് കഴിഞ്ഞ് ഇത് ഒരു റബ്ബർ തോട്ടം, ഈ റബ്ബർ തോട്ടം എല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത ആളെ ഒരു 10 ഏക്കർ സ്ഥലം കൂടി ഉണ്ടാവും. അത് ചിലപ്പോ ഇതിനോട് മുട്ടിയിട്ടായിരിക്കും സ്ഥലം ഇത് കിടക്കുന്നത്. അത് അതിന്റെ നടുക്കായിരിക്കും അവര് വീട് വെച്ചിട്ടുണ്ടാകുക. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം അടുത്ത വീട്ടിലെത്താൻ. അയൽവാസികളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. എന്നെങ്കിലും വല്ല കാലത്ത് വന്ന് കണ്ടെങ്കിൽ കണ്ടു അല്ലെ, പറമ്പിൽ കൂടെ നടക്കണ നേരത്തെ. പിന്നെ നമ്മളൊക്കെ പറഞ്ഞാല് പശുവിനൊക്കെ പറമ്പില് അവനാന്റെ പറമ്പിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു പറമ്പിലോ അധികം ഉണ്ടാവില്ല പശുക്കള്. അങ്ങനെ കെട്ടിയിട്ട് കണ്ടൊക്കെ ആയിരിക്കും പോറ്റുക. ഇവിടെ എല്ലാരും അഴിച്ചു വിടുക. മൂരികളെയാണ് ഇങ്ങനെ അഴിച്ചു വിടണെന്ന്. ഇത് ഇവർക്ക് വേണ്ട ഈ സംഭവം. വേണ്ടാത്തോണ്ടേ ഇരിക്കുവോ? വേണ്ടാത്തോണ്ട് ഇങ്ങനെ അഴിച്ചു വിടണ, ആർക്കോട്ട് കൊടുക്കൂല. എല്ലാവർക്കും പറമ്പ് ഇഷ്ടം പോലെ ഏക്കർ കണക്കിനുള്ളതാണല്ലോ. ഇവരെ ഈ പശുവിനെ മെയിൻ ആയിട്ട് വളർത്തുന്നത് ഇതിന്റെ ചാണകം കിട്ടാനാണ്. എന്താ കാറ് നിർത്തിട്ടോ? കൊള്ളക്കാരാണോ? കൊള്ളക്കാര വണ്ടിയാ. പണ്ടൊക്കെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടാണ് ഭയങ്കര പേടിയായിരുന്നു. അതിങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ആവുമ്പോ പലരും കാളിച്ചാണ്. കൊള്ളക്കാര വണ്ടി നെഞ്ചിങ്ങനെ ഇടിക്കപ്പോ. അന്നെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടാവും, കാട്ടുപോത്തോ. ചെക്ക് പോസ്റ്റ് എത്തില്ലോ. ചെക്ക് പോസ്റ്റ് ശൃംഗേരിയിലോട്ടോ ബസ്സുകൾ മൊത്തം പോണത്. ഇന്നലെ നമ്മളിതിലേ വന്നത് അല്ലേ? ഇന്നലെ ഇതിലൊന്നല്ല. ഇതെന്താ സംഭവം? ഇവിടെ ഹോട്ടലാണോ അത്? ചെറിയ തട്ടുകട. നമ്മളെ നാട്ടിലത്തെ മരക്കുള്ള ഹോട്ടലോ തട്ടുകളോ, മറ്റേ തട്ടുകട ഉണ്ടല്ലോ കുറച്ച് എല്ലാം വിപുലമായിട്ടുള്ളത്, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇവിടെ. ഇവിടെ ഇങ്ങനെ നിരന്ന കൃഷിത്തോട്ടം, നിരന്ന പാടങ്ങൾ, എന്തൊക്കെയാലേ അങ്ങനത്തെ ഏരിയ ആണിത്. അതിന്റെ ഇടയ്ക്ക് തിന്നാനോ കുടിക്കാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വയറ്റ് കുഴങ്ങിയാ കുഴങ്ങി, അത്ര തന്നെ. ഫുഡുകൾ കിട്ടൂല. ഇനിയിപ്പൊ കഴിക്കാൻ കേറിയാ തന്നെ ബിരിയാണിയാണ്, വെജിറ്റബിൾ ബിരിയാണിയാണ് ഒക്കെ കൊണ്ടുവരും. മറ്റേ പുലാവോ എന്താണ് ആ സാധനം, പച്ചരി, കൊറേ കടലയും ഗ്രീൻ പീസും അതും ഇതൊക്കെ ഇട്ടത്. അവിടുത്തെ ഏതാണ്ട് കൃഷി നോക്കാം. നോക്ക ഇതെന്താ സംഭവം എന്നൊരു പിടുത്തല്ലോ. ഇനി എന്തെങ്കിലും കിഴങ്ങ് വർഗങ്ങളാണോ? എനിക്കറിയില്ല, ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. ഏതാണ്ടാണ്. അതിപ്പോ കായ പിടിക്കുന്നുണ്ട്. ഇനി വല്ല ഫ്രൂട്ട്സ് എന്തേലും ആണാവോ? അറിയണല്ലോ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത് ഈ ഒരു സംഭവം എന്താന്നുള്ളത്. പുളിവണ്ടേന്റെ മാരിക്കുണ്ട് അതിന്റെ ആ മുട്ടല്ലോ. അവിടെ ഏതാ തീറ്റപ്പുൽ കൃഷി അല്ലേ ഇത്? നമുക്ക് ആൾക്കൂട്ടം. അതെന്താ കല്യാണ പരിപാടി എന്തേലും ആണോ അതോ പാർട്ടി പരിപാടിയോ? എന്തോ പരിപാടി ഉണ്ട്. അവിടെ ഏതാണ്ട് പരിപാടി ഉണ്ടല്ലോ. ഉത്സവം വരുന്നുണ്ട്. ആൾക്കാർ അവിടെ ഗണേശോത്സവത്തിന്റെ എല്ലാരും നോക്കിക്കണ്ടോ. കുട്ടികളും ഇതൊക്കെ നോക്കി. ആഹാ, ട്രാക്ടറിൽ ഇത് നോക്ക്, എന്താ രസല്ലേ. കണ്ടോ ഇതൊക്കെ ഓരോരോ ദേശത്തുനിന്ന് വരുന്ന ആൾക്കാരാവും, വേറെ വേറെ ഏരിയന്ന്. എല്ലാരും ഭയങ്കര ആഘോഷത്തിലും ഭയങ്കര ഇതിലാണ്, ഹാപ്പി മൂഡിലാണ് അല്ലേ. ഇപ്പൊ നമ്മൾ പോണ വഴിക്ക് ശിവന്റെ ഒരു അമ്പലം കണ്ടേ. വെള്ള പെയിന്റ് ഒക്കെ അടിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണുമ്പോ. ശിവന്റെ ശിവലിംഗം വെച്ചേക്കുന്നുണ്ടല്ലേ മേലൊക്കെ അല്ലേ? അതെ. ട്രാക്ടർ വരുന്നുണ്ടോ? നമ്മൾ നേരത്തെ ഒരു ഗണേശോത്സവത്തിന്റെ പരിപാടി കണ്ടില്ല, അവിടേക്ക് പോണ ട്രാക്ടറാണിതേ. എല്ലാരും ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഭയങ്കര ആഘോഷത്തിലാണെന്ന്. ഒരുപാട് ആൾക്കാരാണിത്. ഉത്സവത്തിന് പോണ ആൾക്കാരാന്ന് തോന്നുന്നു. ഓരോ ഏരിയകളിൽ നിന്നും വരുന്ന, ഇപ്പൊ നേരത്തെ നമ്മൾ വന്ന ട്രാക്ടറിലെല്ലാം കണ്ടില്ലേ, അതൊക്കെ ഓരോ ഏരിയകളിൽ നിന്ന് വരുന്ന തോന്നുന്നുണ്ട്.
നമ്മള് പാലക്കാട് പോയപ്പോ കണ്ടില്ല ഓരോ ദേശത്തു നിന്ന് ഓരോ വണ്ടിയിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ വരുന്നത് അതേപോലെ അല്ലേ? ഈ അമ്പലം എങ്ങനെയുണ്ട്? അമ്പലം സൂപ്പറാണ്, നല്ല രസമല്ലേ കാണാന്? പക്ഷെ അടച്ചിട്ടേക്ക് അതുകൊണ്ട് അതിനകത്ത് കയറി കാണിക്കാനാവില്ല. ശിവക്ഷേത്രം തോന്നുന്നു അല്ലേ? പോവാം നമുക്ക് പോവാ. സ്കൂൾ ബസ്സാണ്ടേ പോണ്. പോണ വഴിക്ക് ഇതേപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഒരുപാടുണ്ട് അല്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. ക്രിസ്ത്യൻ ചർച്ചുകളുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മള് ചർച്ച് കണ്ടില്ലേ? ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സർപ്പത്തറയായിട്ടും ഒക്കെ കാണാം നമുക്ക്, കാവുകളൊക്കെ ആയിട്ട്. അപ്പൊ പോന്ന് നമ്മളെവിടെത്തി അറിയോ? ഹുരുളിഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഹുരുളിഹള്ളി പേര് വായിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. അപ്പൊ ഹുരുളിഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശൃംഗേരിയിലോട്ട് 85 കിലോമീറ്റർ. ബസ്സിലൊക്കെ ഇഷ്ടംപോലെ സീറ്റാട്ടോ. ബസ്സിലോ? നമ്മളെ നാട്ടിലെ മലയാളികൾ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മളെ വണ്ടി നോക്കിയാൽ ഓടി ഓടി തളർന്ന ഒരു വകയായിട്ടുണ്ട്, ക്ഷീണിച്ചിരിക്കുകയാണേ. സാരല്ല മഹേന്ദ്ര, ടെൻഷൻ ആവണ്ട, നമുക്ക് കുറച്ചും കൂടി ഓടാനുണ്ട് അല്ലേ? ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുണ്ട്. ഓടാൻ കിടക്കാണ്. മഹേന്ദ്രനോട് പോവല്ലേ ചോക്കാം? പോകല്ലേ ചേട്ടായിക്കോ, പോകാം നമുക്ക്. ഇത് കാട് ഫുള്ള് തീരൂലപ്പത്. ഇനിയും പോവാണ്ട് 20 കിലോമീറ്റർ. സമയം 6 മണി, 5:30 ആയി. എവിടെയാണ് എനിക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ പുലിയുടെ ചിഹ്നമൊക്കെ, പുലിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചില്ല. അവരങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഷിമോഗയിലോട്ട് 10 കിലോമീറ്റർ ഉള്ളൂ. കടേക്കൽ 6 കിലോമീറ്റർ. BR പ്രൊജക്ട്. മറ്റേ കാടെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി റിലാക്സ് ആയി, കുറച്ച് കടകളൊക്കെ കണ്ടു. ഞാൻ കണ്ടില്ലല്ലോ, കാട് കഴിഞ്ഞാണ്ട് അമ്പ് ഞാൻ കണ്ടില്ല. അപ്പൊ നമ്മള് യാത്ര ഏകദേശം കുറെ കൂടെ ഇനി ഒരു 10 കിലോമീറ്ററും കൂടി പോയാൽ നമ്മൾ ഷിമോഗയ്ക്ക് എത്തും. അപ്പൊ പോണ വഴി നമ്മളെ കർണാടകയിൽ നല്ലൊരു വെയിറ്റിംഗ് ഷെഡ് കണ്ടേ. അത് നോക്കി, പണ്ടൊക്കെയാണ് ഇങ്ങനത്തെ വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാൻ കിട്ടിയിരുന്നു. ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും എവിടെയും കാണാനില്ല. നമുക്ക് കയറാൻ കുറച്ച് പണിയാ, കയറാനാവില്ല. എൻ്റെ പകുതി വലിപ്പുണ്ടത്. ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ കയറി ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. നാട്ടിൻപുറത്തുള്ളൊരു നല്ലൊരു വെയിറ്റിംഗ് ഷെഡ്. നാട്ടിൻപുറത്തുള്ള നാടൻ കാഴ്ചകളാണ് ഇതൊക്കെ. ഇതൊക്കെ പണ്ടത്തെ ഓരോ ഓർമ്മയാണല്ലേ? കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളെ വണ്ടി വഴിക്ക് ഇങ്ങോട്ട് പോയിക്ക് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടാണ് അവിടെ പാടം കണ്ട, അതിന്റെ തൊട്ട് ചാരി ഒരു തടാകം. എനിക്ക് വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളം കെട്ടി നിർത്തിയാണ്. വെള്ളമൊക്കെ നല്ല ഉള്ള ഏരിയകൾ തന്നെയല്ലേ അത്? ഇവിടുന്ന് ഇപ്പൊ ഇനി ഷിമോഗയിലോട്ട് 5-8 കിലോമീറ്ററിന്റെ ഉള്ളിലല്ലേ ഉള്ളു? അത്രേ ഉള്ളൂ. അപ്പൊ അതിനിടയ്ക്കിതാ ഇവിടെ നോക്ക്, കുഞ്ഞാവേം കിച്ചും കടന്നുറങ്ങണ കാണിച്ചു തരാം. രണ്ടൊന്ന് ഉച്ചയ്ക്ക് ഒരു ചോറ് ഉണ്ടതാണ്, പിന്നെ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. കണ്ടോ? സുഖമായിട്ട് കടന്ന് നല്ല അടിപൊളിയായിട്ട് ദേ രണ്ടും കടന്ന് ഉറങ്ങാണ്. എന്തൊരു ഉറക്കമാണോ ഇത്! നമ്മള് ഏതാണ്ടൊരു ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. റോഡൊക്കെ ഫുള്ള് പോയില്ലേ? റോഡൊന്നും നല്ലതില്ല. ചില സ്ഥലം നല്ലതാണെങ്കിൽ ബാക്കി സ്ഥലം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായതാ. പോരുന്ന വഴി മൊത്തം കൃഷി സ്ഥലങ്ങളല്ലേ മൊത്തം ഉള്ളത്. മറ്റേ സാധനം എന്താന്ന് നമുക്ക് കിട്ടിയിട്ടില്ല അതുവരെ. അത് കൊറേ സ്ഥലത്ത് പിന്നെയും കണ്ടു, എന്താന്നൊരു മനസ്സിലായില്ല. അങ്ങനെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ടൗണിലേക്ക് പ്രവേശിച്ചു. ഏതാ ടൗണ്? എവിടെയാണോ
10 കിലോമീറ്ററും കൂടിയും കാണിക്കുന്നത് ഷിമോഗയിലോട്ട്. ഈ നീളത്തിൽ കിടക്കാണ്, ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കാണ്. നമ്മളവിടുത്തെ പോലത്തെ കുന്നും മലകൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, കണ്ടില്ലേ, നിരപ്പായ സ്ഥലമാണ്. ഷിമോഗ എത്താനായിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ദേ ഈ കാണുന്ന അങ്ങോട്ട് നോക്കി ഷിമോഗ എയർപോർട്ടാണ്. അപ്പൊ അതിന്റെ കവാടാണ് ഇപ്പൊ അവിടെ കാണുന്നത്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അതിനകത്തോട്ട് പോകാൻ പറ്റൂല തോന്നുന്നുണ്ട്. അങ്ങ് കാണാം നമുക്ക് എയർപോർട്ട്. അപ്പൊ അങ്ങോട്ട് പ്രവേശനം ഉണ്ടാകാൻ ചാൻസ് ഇല്ല, വെറുതെ പോകാൻ പറ്റും തോന്നണില്ല അങ്ങോട്ട്. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, വണ്ടികളൊന്നും അധികം പോണത് കാണുന്നില്ല, ആരും അങ്ങനെ വണ്ടികളൊന്നും പോണത് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു അല്ലേ ഒരു മടി. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വെച്ചേട്ടാ കാണിച്ചു തരാം നോക്കി. ഇതേ ഇവിടെ കുറേ കുഞ്ഞ കുഞ്ഞ പാവകൾ അടുക്കി വെച്ച കണ്ടതേല്. ഇതെന്താ നേർച്ചയാണ് തോന്നുന്നുണ്ട് അല്ലേ? പിന്നെ ഈ കുഞ്ഞുങ്ങളില്ലാത്തവർക്കും വേണ്ടി അങ്ങനെയൊക്കെ അങ്ങനെ എന്തോ നേർച്ച. കുറെ പൂട്ട് കാണുന്നുണ്ട്, താക്കോൽ, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയോ ചരിത്ര ഐതിഹ്യപരമായിട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഒരു ചെറിയൊരു അമ്പലത്തിന്റെ ചെറിയൊരു കോവിലിന്റെ ഇതുണ്ട് അവിടെ, സരസ്വതിയോ ഭദ്രകാളി എന്തോന്നാണ്. അപ്പം അതിൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽ നമുക്കറിയില്ല. അപ്പം കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നാണേ. നല്ല രസമുണ്ട്, കുറേ കുഞ്ഞു കുഞ്ഞു പാവകൾ നോക്കി. അവിടെ നോക്കിയാൽ അവിടെ വലിയൊരു അമ്പലമുണ്ട്. അപ്പം അതിൻ്റെ പ്രതിമയാണ് ആ ഉണ്ടാക്കുന്നത്. വലിയൊരു പ്രതിമ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ തൊട്ട് ചാരിയാണ് ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ഈ ഒരു ആൽമരമൊക്കെ ഉള്ളത്. ആ പ്രതിമ ഉണ്ടാക്കുന്നതിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മംഗലാപുരത്തുനിന്ന് ചുരം കയറി മേലെത്തി കഴിഞ്ഞാൽ ഫുള്ള് ഇതാണ്, ഇതേപോലെ നിരപ്പുള്ള റോഡാണ്. ഫുള്ള് നിരന്ന് നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകളാണ്. മറ്റേ നമ്മളെ നാട്ടിലുള്ള അതേപോലത്തെ കുന്നും മലകളോ കമ്പങ്ങളൊന്നും അല്ല. പിന്നെ അത് കണ്ടോ, ഇത് മാവും തോട്ടാണ്, ഫുള്ള് മാവും തോട്ടം. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കാട് പോലെ ആയില്ലേ ഇത്. ഇല തിങ്ങി ഫുള്ള് വലിയ വനം പോലെ ആയിട്ടുണ്ടാ മാവും തോട്ടല്ല. നല്ലാതെ നോക്കി ഇരുട്ടായി അതിനകത്ത് അല്ലേ, വെയില് വെളിച്ചം തട്ടാതെ. അതിന്റെ ഇടയ്ക്കെല്ലാം ഫുള്ള് തെങ്ങും ഉണ്ട്. അങ്ങനെ അങ്ങനെ കുറെ പലതരം കൃഷികളൊക്കെയാണ് ഇവിടെ. ഇതിപ്പോ ഓരോരോ കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങളങ്ങനെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇതിൽ ഓരോ വഴിക്ക് പോകുമ്പോ അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ നമ്മളെ യാത്ര തുടരാം. അങ്ങോട്ട് പോയിക്ക് അവിടെ എന്താ കുറെ ബസ്സുകളൊക്കെ നിർത്തിയിട്ടത് എന്താ അറിയോ? അത് ശ്രീറാം ഫിനാൻസ് ഉണ്ടല്ലേ നമ്മളെ നാട്ടിലൊക്കെ, നമ്മള് ലോണൊക്കെ എടുക്കൂലേ, വണ്ടി ലോണൊക്കെ എടുക്കുന്ന ശ്രീറാം ഫിനാൻസിന്റെ ഗോഡൌൺ ആണെന്ന് തോന്നുന്നത്. അതെങ്ങനെ അടവ് തെറ്റി പിടിക്കുന്ന വണ്ടികളാ? അടവ് തെറ്റി പിടിക്കുന്ന വണ്ടികള്. അതാ കൊറേ ഉണ്ടല്ലോ. ബസ് മാത്രമൊന്നുമല്ല, അങ്ങോട്ട് ഇതാ മറ്റേ പിക്കപ്പ് മാരിക്കുള്ള എന്തൊക്കെയോ കുറെ വണ്ടികൾ ഉണ്ടായില്ല. അത് ഫുള്ള് ഇതാക്കി തിരിച്ചിട്ട് അവിടേക്ക് JCB ഉണ്ട്, അവിടെ വരണം. കൊറേ വണ്ടികൾ ഉണ്ടല്ലോ. ആ ബസിന്റെ ഉള്ളിലൊക്കെ കാട് കേറി. എന്തേലും കഷ്ടപ്പെട്ട് മേടിച്ചതായിരിക്കൂലേ, അതെല്ലാം പോയി. ചിക്കൻ പാത്രം എടുത്തോ? ഒരാള് ഉറക്കത്തിന്ന് ഏറ്റുപാട് ചോദിച്ചു ചിക്കൻ പാത്രം എന്ത് ചെയ്യുന്നു. കിച്ചൂട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ കബാബ് വറുത്തത് എടുത്ത് തിന്നാണ്. എഴുന്നേക്കും. അപ്പൊ എന്നാ പോയല്ലേ നമുക്ക്. എങ്ങനെയുണ്ട് നമ്മളെ ഷിമോഗയിലെത്തിയിട്ട്? ഷിമോഗ സൂപ്പറാണ്. നമ്മൾ എത്താനായി ഒരു 5-6 കിലോമീറ്ററും കൂടെ അല്ലേ ഉള്ളൂ. അപ്പൊ ഏകദേശം ആയി അടുത്തു. അപ്പൊ നല്ല നിരപ്പായ സ്ഥലമാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ അല്ല ഇവിടെ. കുന്നും മലകളൊക്കെ ഒന്നുമില്ല അല്ലെ, ഒരു കുന്നും മലകളോ സംഭവങ്ങളൊന്നും ഇല്ല. നല്ല അടിപൊളി സ്ഥലം. മംഗലാപുരത്ത് നിന്ന് അങ്ങോട്ട് നമ്മളെ ചുരെല്ലാം കേറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ നിരന്ന സ്ഥലമാ. അങ്ങനെ കാണാം നമുക്ക്, കാഴ്ചകളൊക്കെ കണ്ടു പോകാനൊക്കെ രസമാണ്. ഇപ്പൊ നമ്മള് കുറച്ചിങ്ങോട്ട് പോന്നപ്പോ വേറൊരു കാഴ്ചയും കൂടി കണ്ടു. അങ്ങോട്ട് പോയിക്ക് അതിന്റെ സംഭവം എന്നറിയോ? കർണാടക സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇതേക്ക് 4 കിലോമീറ്റർ അല്ലേ ഇനി ഷിമോഗയിലോട്ട്? ഇനി വെറും 4 കിലോമീറ്ററും കൂടി. അടുത്തു അടുത്തില്ല എന്ന് പറഞ്ഞിങ്ങനെ നിക്കാണ് ഇപ്പൊ നമ്മള്. പിന്നെ നമ്മൾ ഈ സ്ഥലങ്ങളിൽ മൊത്തം പേര് ഈ കളനാശിനി അടിക്കുന്നതാണോ അല്ലേ? അത് ഉണങ്ങി കിടക്കാണ്. ഇപ്പൊ മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് ഇങ്ങനെ പുല്ല് ഉണങ്ങണവര് ഉണക്കണതാണ്. കളനാശിനി അടിച്ചിട്ട് ഉണക്കുന്ന അല്ലേ? കവുങ്ങൊക്കെ നോക്കി. കവുങ്ങൊന്നും അത്ര പോരാട്ടോ, നീണ്ടു പോയി നോക്കി. കായ കുറവല്ലേ? കായ ഉണ്ടല്ലോ അത്യാവശ്യം. കായ ഉണ്ട്, പക്ഷെ കുഞ്ഞു കുഞ്ഞു കായാണ്. കെമിക്കലൊക്കെ അടിച്ചിട്ടാണോ?
അങ്ങനെയും ബാധിക്കൂല ചിലപ്പോ. ഉം. ഇത് നോക്കിയാൽ റോഡിന്റെ സെന്ററിൽ കൂടെ കുറെ ചെടികളും ബദാമിന്റെ തൈകളും ഒക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാണ്ടോ. നല്ല തണുപ്പ്, നല്ല തണുപ്പ്, നല്ല തണല് ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മളിപ്പോ ലാസ്റ്റ് നമ്മള് ഷിമോഗയിൽ എത്തിയിട്ടുണ്ട്. കുറെ നേരമായി നമ്മള് യാത്ര ഇങ്ങനെ തുടങ്ങിയിട്ട്. നമ്മള് രാവിലെ തുടങ്ങിയ യാത്രയാണ്. അപ്പൊ അങ്ങനെ ഷിമോഗയിൽ എത്തി. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വന്നു അല്ലേ? സംഭവം എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് പേജ് ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത് സ്ഥലക്കച്ചവടത്തിന്റെ വീഡിയോകളാണ്. നമ്മൾ ചെറിയ ബ്രോക്കറും പരിപാടിയൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോകളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്ഥലങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ കർണാടകത്തിലോ കേരളത്തിലൊക്കെ സ്ഥലങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ട് നമ്മളെ ചാനലിൽ യൂട്യൂബ് വഴി ഇത് വിൽക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ കുറഞ്ഞ വിലക്ക് വീട് സ്ഥലമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ താഴെ നമ്മളെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മളെ കാസർഗോഡ് ജില്ലയിലെ 6 സെന്റ് സ്ഥലം അല്ലേ? ഇപ്പൊ ഓണം പ്രമാണിച്ച് അടുത്ത 10-ാം തീയതി വരെ 6 സെന്റ് സ്ഥലം 600 സ്ക്വയർ ഫീറ്റ് വീട് വെറും 10 ലക്ഷം രൂപയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആദ്യം ബുക്ക് ചെയ്ത 6 പേർക്ക് ആണ് ഈ ഒരു അല്ലെ? 6 പേർക്ക് ആണ് ഇപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ 6 പേരിൽ ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് 50,000 രൂപയുടെ ഫർണിച്ചർ ഐറ്റംസ് സൗജന്യമായിട്ട് നൽകുന്നതാണ്. അത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ലുലു വില്ലാസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ പുതിയ പ്ലോട്ടിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് വാച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.